ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വിന്നർ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണ. ഒരു വർഷം നീണ്ടുനിന്ന പോരാട്ടത്തിൽ ഫൈനൽ റൗണ്ടിലെത്തിയത് 10 പേരാണ്. അന്തിമ പോരാട്ടത്തിൽ വിന്നറായത് മുംബൈയിൽ നിന്നെത്തിയ ശിവശങ്കർ കൃഷ്ണ. ആലപ്പുഴ സ്വദേശി നിഹാരയാണ് ഫസ്റ്റ് റണ്ണറപ്പ്. തൃശൂർ സ്വദേശി സെബാമോൻ സെക്കൻഡ് റണ്ണറപ്പ്. കോഴിക്കോട് സ്വദേശി ആർജിത് 4ാം സ്ഥാനം കരസ്ഥമാക്കി. കൊല്ലം സ്വദേശി ദേവതീർത്ഥാണ് 5ാം സ്ഥാനത്തിന് അർഹത നേടിയത്. നടൻ ദിലീപാണ് സമ്മാനദാനം നിർവഹിച്ചത്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 വിന്നർ ശിവശങ്കർ കൃഷ്ണയ്ക്ക് ലഭിച്ചത് ഭീമ ജുവലേഴ്സ് നൽകിയ 10 പവൻ സ്വർണ്ണമാണ്. ഫസ്റ്റ് റണ്ണറപ്പ് 5 പവൻ സ്വർണവും സെക്കൻഡ് റണ്ണറപ്പ് 3 പവൻ സ്വർണവും 4ാം സ്ഥാനത്തിനും 5ാം സ്ഥാനത്തിനും അർഹത നേടിയ ആർജിതയ്ക്കും ദേവതീർത്ഥിനും ലഭിച്ചത് ഫ്ലവേഴ്സ് TV നൽകുന്ന പ്രോത്സാഹന സമ്മാനമായി 1 ലക്ഷം രൂപയാണ്. ഇത്തവണ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ കാണികളെ ഈർന്നണിയിക്കുന്ന കാഴ്ചകളാണ് അരങ്ങേറിയത്. ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ആദ്യമായി കോഴിക്കോട് സ്വദേശി ദേവദർശ് സിന്ദൂരമഴ പെയ്തിറങ്ങി എന്ന പാട്ടിന്റെ വരികൾ മറന്നുപോയത് വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. തുടർന്ന് ദേവദർശ് ഓർമ്മകൾ പങ്കുവച്ചത് ജഡ്ജസിനെയും കാണികളെയും കണ്ണീരിലാഴ്ത്തി. ചന്ദനമണി സന്ധ്യകൾ എന്ന ഗാനം പാടുമ്പോൾ തൊണ്ടവേദന നിമിത്തം പാടാനാവാതെ വിഷമിക്കുന്ന ദേവതീർത്ത് ഏവരെയും വിഷമിപ്പിച്ചു. അപ്രതീക്ഷിതമായ വീഴ്ചയിൽ നിന്നും എല്ലാവരുടെയും പ്രോത്സാഹനത്തോടെ തിരികെ എത്തി പാട്ടുകൾ പാടിത്തീർന്ന ദേവതീർത്തിനെ ഏവരും കൈയടിച്ചാണ് പ്രോത്സാഹിപ്പിച്ചത്. രാമകഥാ ഗാനലയം എന്ന ഗാനം ദേവതീർത്ത് പാടിക്കഴിഞ്ഞപ്പോൾ ഫ്ലോറിൽ നിന്ന് ആർജിത ഓടി വന്ന ദേവതീർത്തിനെ ആലിംഗനം ചെയ്തതും ഏവരെയും ഈർന്നണിയിച്ചു. ഒരു വർഷം നീണ്ടുന്ന സൗഹൃദത്തിനൊടുവിൽ എല്ലാവരും ടോപ്പ് സിംഗർ വേദിയിൽ നിന്ന് വിട പറയുകയാണ്. അത് ആ കുരുന്നുകൾക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വിജയിക്കിരീടം ചൂടിയത് മുംബൈ സ്വദേശിയായ ശിവശങ്കറാണ്. ചടങ്ങിൽ സിനിമാ താരങ്ങളായ സലീം കുമാർ, ഹരിശ്രീ അശോകൻ, നിത്യദാസ്, സംവിധായകരായ ലാൽ ജോസ്, ജോണി ആന്റണി എന്നിവരും പങ്കെടുത്തിരുന്നു.